പ്യുവർ സയൻസിനോട് താല്പര്യമില്ല, നമ്മുടെ കോളേജുകളിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിക്കാൻ കുട്ടികളേ ഇല്ല, അവർക്കെല്ലാം വേണ്ടത് മൈക്രോബയോളജി പഠിക്കാം, ബയോടെക്നോളജി പഠിക്കാം, പക്ഷേ സയൻസ് പഠിക്കാൻ വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു പക്ഷേ രാകേഷ് ശർമ്മയൊക്കെ സമ്മാനിച്ച ഒരു മൊമെൻറ്റം ഉണ്ടല്ലോ, ഈ ബഹിരാകാശത്തെക്കുറിച്ച് അറിയാൻ, പഠിക്കാൻ. അങ്ങനെ ഒരു തലമുറയ്ക്ക് അദ്ദേഹം സമ്മാനിച്ച ഒരു മൊമെൻറ്റത്തിന് ശേഷം നമുക്കൊരു വലിയ ഇടവേള ഉണ്ടായി. അതിനുശേഷം പിന്നെ ചില പേരുകൾ നമ്മളെ എപ്പോഴും പ്രചോദിപ്പിച്ചു, കൽപ്പന ചൗളയുടെ പേര് അല്ലെങ്കിൽ സുനിത വില്യംസിൻ്റെ പേര്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ, ഒരു UP-കാരൻ, ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകൻ, സാധാരണ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടി, NDAയിൽ പഠിച്ച, ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരാൾ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് ആ തരത്തിൽ അത് ഒരുപാട് ഇനിയും നമ്മൾ എങ്ങനെയാണോ രാകേഷ് ശർമ്മയുടെ കാര്യം പറയുന്നത് അതുപോലൊരു മൊമെൻറ്റം ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഗഗൻയാനൊക്കെ വരാനിരിക്കെ കൂടുതൽ പേർക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ, അതേക്കുറിച്ച് പഠിക്കാൻ, അതിൽ പ്രവർത്തിക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളാണ് ഈ രീതിയിൽ കുട്ടികളെ കണക്ട് ചെയ്യുമ്പോഴാണ്, തലമുറകളെ കണക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ വെറുതെ ഉണ്ടായി വരുന്നതല്ല അത്. ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഈ ആണവ മേഖലയുടെ പിതാവ് എന്ന് തന്നെ പറയാവുന്ന ഹോമി ഭാഭ സത്യത്തിൽ അദ്ദേഹം നീൽസ് ബോറിനോടും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും ഒക്കെ ആ ഒരു തലപ്പൊക്കമുള്ള, അന്ന് ആ യൂറോപ്പിൽ അവരോടൊപ്പമൊക്കെ പ്രവർത്തിച്ച ഒരു ആണവ ശാസ്ത്രജ്ഞനായിരുന്നു, വലിയ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഒരു വെക്കേഷന് വേണ്ടി ഇന്ത്യയിൽ വന്നതാണ്. ആ വെക്കേഷന് വേണ്ടി ഇന്ത്യയിൽ വന്നപ്പം CV രാമനുമായിട്ടുള്ള ആ ഒരു ബന്ധം, CV രാമനുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ നിന്ന് നമ്മുടെ ഭാരതം ആ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പുരോഗമിക്കേണ്ട ആവശ്യകത ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. സത്യത്തിൽ ആ ലെവലിലുള്ള ഒരു സയൻറ്റിസ്റ്റിന് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കിട്ടുന്ന ഫെസിലിറ്റീസും അവരുടെ ജീവിത സൗകര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അത്ര വലിയ വ്യത്യാസമാണുള്ളത്. പക്ഷേ അങ്ങനെ എന്തുകൊണ്ടാണ്? ആ സാഹചര്യം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതുപോലെ ISRO ഇന്ന് ഈ ലെവലിലേക്ക് വളർന്നത് എന്തുകൊണ്ടാണ്? അത് കേവലം ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയാവില്ല. ചില വ്യക്തികളുടെ അസാമാന്യമായ ആ വ്യക്തിപ്രഭാവം കൊണ്ടും അവരുടെ ആ കഴിവ് കൊണ്ടും അങ്ങനെ ഒരുപാട് പേരെ പ്രചോദിപ്പിച്ചിട്ടാണ് ഈ ISRO ഈ ലെവലിലേക്ക് വന്നത്. ഇപ്പം മോളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്കൊക്കെ അറിയാം. ഈ ISRO VSSCയിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ മ്യൂസിയത്തിലൊക്കെ ചില ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാവും. ആദ്യ കാലത്ത് എങ്ങനെയായിരുന്നു VSSCയിൽ ഇവർ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത്. റോക്കറ്റ് ഭാഗങ്ങളൊക്കെ സൈക്കിളിലൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോവുക. അതേപോലെ ആദ്യത്തെ ചില ഉപഗ്രഹങ്ങൾ കാളവണ്ടിയിലൊക്കെ കയറ്റിയിട്ടാണ് ലോഞ്ച് സൈറ്റിലേക്കും അല്ലെങ്കിൽ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പോവുക. രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ഇങ്ങനെ ഈ ചൂട് സഹിക്കാൻ വയ്യാതെ ഈ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ബനിയനൊക്കെ മാത്രം ഇട്ടിരുന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് പ്രചോദനമായത് എന്താ? ഇല്ലെങ്കിൽ എന്താ, ഒരു 9 to 5 ജോബ് മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ആ പാഷൻ അവർക്കുണ്ടായി. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ പറഞ്ഞ മഹാശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ ഈ ISRO ഈ ലെവലിലെത്തിച്ച സയൻറ്റിസ്റ്റുകൾ ആരും തന്നെ IIT-യിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഒന്നും വന്നവരല്ല. നമ്മുടെ നാട്ടിലെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പഠിച്ചു വന്നവരാണവർ. ഇപ്പം എനിക്ക് ഈ മുൻ ISRO ചെയർമാനായിരുന്ന സോമനാഥ് സാറുമായിട്ട് ഒരു വളരെ ദീർഘമായ ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചന്ദ്രയാനെ പറ്റി ഞാൻ എഴുതിയ പുസ്തകത്തിന് അവതാരിക എഴുതിയതും സോമനാഥ് സാറാണ്. അപ്പോൾ സോമനാഥ് സാറിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അന്ന്, സാർ എന്തുകൊണ്ട് നമുക്ക് IIT-യിലെ പ്രതിഭകളെ ഇതിലേക്ക് കിട്ടുന്നില്ല അധികം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ വാലിഡായിട്ടുള്ള ഒരു ആൻസറുണ്ട്. എന്താ വെച്ചാൽ, IIT-യിൽ നിന്ന് ബിരുദം കഴിഞ്ഞിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് അവന് ലഭിക്കുന്ന ആദ്യത്തെ ശമ്പളം ISRO ചെയർമാന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അവരെ പ്രൈവറ്റ് കമ്പനികൾ, വിദേശ രാജ്യങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് ISRO-യിലേക്കും നമ്മുടെ ഈ മേഖലകളിലേക്കും വരാനുള്ള താല്പര്യം പൊതുവെ കുറവാണ്. പിന്നെ വളരെ ISRO-യിൽ വരുന്നവരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. അങ്ങനെ ആ ഒരു ഫുൾ ഡെഡിക്കേഷനും പാഷനും ഉള്ളവർക്ക് മാത്രമേ ISRO-യിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ.
അവിടെ അവർക്ക് വേണ്ടത് ഈ എക്സ്ട്രാ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ശുഭാംശു ശുക്ലയുടെ കാര്യം പറഞ്ഞു, ഈ എക്സ്ട്രാ ഓർഡിനറി ജീനിയസുകൾ ഒന്നുമല്ല. അവർ ചെയ്യുന്ന വർക്കിൻ്റെ അകത്ത് പാഷനേറ്റ് ആയിരിക്കണം, അതിൻ്റെ അകത്ത് ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായിരിക്കണം അവരുടെ ജീവിതം എന്ന് പറയുന്നത്, അവരുടെ ലൈഫ് എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ളവരാണ് ഈ നമ്മുടെ നാടിനെ ഇത്രത്തോളം ISROയെ ഇത്രത്തോളം ചൊവ്വ വരെയൊക്കെ എത്തിച്ചത് അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടികളിൽ വരുന്ന തലമുറയിൽ ആ രീതിയിലുള്ള ഒരു സയൻറ്റിഫിക് ഡെഡിക്കേഷൻ ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കഴിയും. ഇങ്ങനെയുള്ള ഇൻ്ററാക്ഷൻസ് അത് കോൺഷ്യസ്ലി ചെയ്യേണ്ട കാര്യമാണ്. അതായത് തന്നെ ഉണ്ടായി വരുന്നതല്ല. ഇപ്പം ഈ മോൾ ഇവിടെ പറഞ്ഞു അവൾക്ക് ഒരു ISRO സയൻറ്റിസ്റ്റ് ആകണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ഇത് തോന്നിയത്? അവിടെ VSSCയിൽ പോയി ISROയുടെ ഫെസിലിറ്റികൾ കണ്ടു. ഇപ്പോൾ വളരെ ആരും കൊതിച്ചു പോകുന്ന ഈ ഒരു അവസരം അവൾക്ക് കിട്ടി. ഇതെല്ലാം കൂടി ആ കുട്ടിയിൽ നിറച്ച ഒരു അഭിനിവേശമുണ്ട്, ഒരു പാഷനുണ്ട്. ആ പാഷനെയാണ് ഭാവിയിൽ എനിക്ക് ഒരു ISRO സയൻറ്റിസ്റ്റ് ആകണം എന്ന തോന്നലിലേക്ക് നയിച്ചത്. ഇപ്പം എൻ്റെ മകള് അവൾ ഇപ്പോൾ MSCക്ക് പഠിക്കുകയാണ് അമൃതയിൽ, കോയമ്പത്തൂർ അമൃതയിൽ. അവളുടെയും ഒരു വലിയ ആഗ്രഹം ഇതേപോലെ ISRO സയൻറ്റിസ്റ്റ് ആകണം എന്നുള്ളതാണ്. അതിന് രണ്ട് കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പം എനിക്കുള്ള ഈ ഒരു ഭ്രാന്ത്, ഞാനതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതല്ല, വേറൊന്നുമല്ല. സ്പേസ് എനിക്കൊരു ഭ്രാന്താണ്. അത് ഇവൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ അടുത്ത ഒരു 6-7 വർഷം മുമ്പാണ് മിഷൻ മംഗൾ എന്നൊരു സിനിമ വന്നിട്ടുണ്ട്. മിഷൻ മംഗൾ മോള് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം കേട്ടോ. മിഷൻ മംഗൾ, നമ്മുടെ മംഗൾയാനെ പറ്റിയുള്ള ആ ചരിത്രമാണത്. ഈ കൊച്ചിന്, എൻ്റെ മോക്ക് ഇതവസാനം ഭ്രാന്തായിരിക്കുക. അവൾ എത്ര തവണ ആ സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ വേറൊന്നും കാണാൻ പോലും സമ്മതിക്കില്ല, അവൾ ഈ സിനിമ കാണുക. ഇത് ഈ കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതോ കോൺഷ്യസ്ലി ഈ കുട്ടികളിലും ചെറുപ്പക്കാരിലും ഉണ്ടാക്കുന്ന ചില പ്രചോദനങ്ങളാണത്. അങ്ങനെയാണ് അവരെ അതിലേക്ക് പാഷനേറ്റ് ആക്കുന്നത്. അങ്ങനെയുള്ള പാഷനേറ്റ് ആയിട്ടുള്ള തലമുറയാണ് നമ്മുടെ രാജ്യത്തിന് വലിയ വലിയ സംഭാവനകൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ, ശുഭാംശു ശുക്ലയുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്, ഒരു ഗോൾഡൻ മൈൽ സ്റ്റോൺ ആണ്. നമ്മളിപ്പോ ഇത്രയും സംസാരിച്ചത് ശ്രീ ഷാബു പ്രസാദ്, അതിന്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ അത് നമുക്ക് നൽകുന്ന, രാജ്യത്തിന് നൽകുന്ന ഊർജം, അതേ പറ്റിയാണ്. ഇനി ശാസ്ത്ര തലത്തിലേക്ക് വന്നാൽ അവിടെ